ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ഓണപ്പൂക്കളും പിന്നെ ഓണസദ്യ എന്നല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഓണപ്പൂക്കളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓണപ്പൂക്കളം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള പൂക്കളൊന്നല്ല നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്, ഒരു കുഞ്ഞു പൂക്കളാണ് സെറ്റാക്കിയിട്ടുള്ളത്. കുറച്ച് പൂ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിട്ടുള്ളൂ. അതായത് നമ്മുടെ ചെണ്ടുമല്ലിൻ്റെ മഞ്ഞയും ഓറഞ്ചും കളേഴ്സിലുള്ള പൂക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു പൂക്കൾ അങ്ങ് സെറ്റാക്കി. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം സെറ്റാക്കി കഴിയുമ്പോഴത്തേനും എവിടെ നിന്നോ വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങിയിട്ടുണ്ടായി. നേരെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴത്തേനും അവിടെ ദോശയും പഴംപൊരിയാണ് ആക്കിയിട്ടുണ്ടായത്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ രാവിലെ ഇവിടെ ദോശയും പഴംപൊരിയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ രാവിലെ ദോശയും ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ പഴംപൊരിയാണ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞപാട് നമ്മൾ ഉച്ചക്ക് ഉള്ള സദ്യേൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന്. ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഞാനല്ല ഇതൊന്നും ഉണ്ടാക്കിയത്. സദ്യേൻ്റെ എല്ലാ ഭാഗങ്ങളും അമ്മയാണ് നോക്കിയിട്ടുണ്ടായത്. വെറുതെ എന്തിനാ നമ്മൾ കൈയിട്ടിട്ട് അത് കൊളാക്കാൻ നിൽക്കുന്നത് വെച്ചിട്ട് ഞാൻ ആ ഭാഗം പോയിട്ടുണ്ടായിട്ടില്ല. സദ്യ എല്ലാം അമ്മയാണ് ഒരുക്കിയിട്ടുണ്ടായത്. സദ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കറികളൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് കറികൾ മാത്രമേ ആക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. ഓലൻ, പച്ചടി, പിന്നെ അതുപോലെ തന്നെ വറവ് മീൻസ് ചിലയിടക്ക് ഉപ്പേരി, തോരൻ എന്നെല്ലാം പറയും അത്. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ മലബാർ ഏരിയാസിൽ ഇപ്പോൾ ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ നോൺ വെജ് ഐറ്റം മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കടന്നത് നമ്മളെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പായസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് പാലട പായസമാണ്. പായസം എൻ്റെ ജീവൻ്റെ ജീവൻ തന്നെ പറയാം, അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയത് ഞാനാണ്. പിന്നെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല, കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് വാങ്ങിയിട്ടുണ്ടായിന്. അത് വെച്ചിട്ടാണ് പായസമാക്കിയത്. അപ്പം പായസം സെറ്റാക്കി നമ്മൾ അങ്ങനെ ഉച്ചക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിന്. നമ്മൾ ഇലയിൽ ചോറും കറികളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശർക്കര വരട്ടി ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ശർക്കര വരട്ടി എല്ലാം വിളമ്പി സെറ്റാക്കി അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് നമ്മൾ ഓലം വിളമ്പാൻ വിട്ടു പോയ കാര്യം ഒന്ന് ഓർത്തത്. പിന്നെ വിചാരിച്ചു സാറില്ല, രണ്ടാമത് ആദ്യം വീഡിയോ എടുക്കാൻ കഴിയില്ല വെച്ച് അതങ്ങ് വിട്ടു. പിന്നെ സദ്യ എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേനും മത്ത് പിടിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിന്. പായസം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് പായസം കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ട് പിന്നെ ഒരു ഫോട്ടോഷൂട്ടെല്ലാം നടത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.